ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സൂക്കയാണ്. അതിനുവേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 സവാള, ചിക്കൻ 1/2 കിലോ, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, മല്ലിയില, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി നമുക്ക് അത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മുറി നാരങ്ങയുടെ പിഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ അത് തയ്യാറാക്കി മസാല പിടിക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം സ്റ്റൗവിലേക്ക് ഒരു തവ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു കറുകപ്പട്ടയും 2 ഏലക്കായും 2 ഗ്രാമ്പുവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യും. ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഇളക്കുക. ഒന്ന് മൂത്ത് തയ്യാറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളകും ചേർത്ത് ഇളക്കുക. പെരിഞ്ജീരകം പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് 1/2 സ്പൂൺ ഉപ്പൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കേണ്ട, വെള്ളം ഇറങ്ങും സവോളയിൽ. അതുകൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ആയിട്ടുള്ള സൂക്കയായിട്ടാണ് വേണ്ടി. അതുകൊണ്ട് നമ്മൾ സവോള അങ്ങനെ തന്നെ വഴറ്റി കൊടുക്കുക. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ അത് വഴറ്റ്. വെള്ളമൊക്കെ വലിഞ്ഞ് അടിയിൽ പിടിക്കുമെന്ന് തോന്നുന്ന ആ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കും. സവോളയുടെ കളറൊക്കെ മാറി നല്ല ചുമന്ന കളറാവുന്നിടം വരെ അത് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒന്ന് മൂക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ചിടുക. മല്ലി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. എരിവ് ആവശ്യമുണ്ടെങ്കിൽ 1/2 സ്പൂൺ ചേർക്കാവുന്നതാണ്. ചെറിയ തീയിൽ നന്നായി ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്തു. ഗരം മസാലയുടെ സ്വാദ് കുറവ് വേണ്ടിയവർ 1/4 സ്പൂൺ ചേർത്താലും മതി. ഇത്തിരി കറിവേപ്പില സ്മെല്ലിന് വേണ്ടി ചേർക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, മസാല ചേർത്ത ചിക്കൻ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. മസാല എല്ലായിടത്തും ചിക്കൻ്റെ പിടിക്കാത്തക്കണം വെള്ളം ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിക്കൻ സൂക്കയാണ് തയ്യാറാക്കുന്നത്. മസാലയുടെ പാത്രം കഴുകിയ വെള്ളം മാത്രം കുറച്ചൊന്ന് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു 15 മിനിറ്റ് നമ്മൾ അങ്ങനെ ചെറിയ തീയിൽ അത് വേവിക്കുക. ചിക്കനകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് വേവുന്നതാണ്. ഈ സമയം ഒരു 10 മുതൽ 12 വരെ കാഷ്നട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ച് തയ്യാറാക്കി വെക്കുക. നമ്മൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കൂടുതലുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് 15 മിനിറ്റ് മുമ്പ് തന്നെ അടപ്പൊന്ന് തുറന്ന് നോക്കുക. ഇടയ്ക്ക്
വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ചിക്കൻ എടുത്ത് കൈ കൊണ്ടൊന്ന് ഞെക്കി നോക്കിയാൽ നമുക്ക് ചിക്കൻ്റെ വേവ് അറിയാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ബോൺലെസ് ചിക്കനാണ്. കൈ കൊണ്ട് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ നല്ലതായിട്ട് അടന്നു വരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വേവാനിടുക. വെന്ത് കഴിഞ്ഞ ചിക്കനിലേക്ക് നമ്മൾ അരച്ചു വെച്ച പറങ്ങണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. പറങ്ങണ്ടി പരിപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധിക നേരം പിന്നെ നമ്മൾ അടുപ്പിൽ വെക്കണ്ട. ഒരു 2 മിനിറ്റ് അടുപ്പിൽ വെച്ച ശേഷം നമുക്ക് വാങ്ങാവുന്നതാണ്. കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ തീയിട്ടാൽ മതി. ഇപ്പം ഏകദേശം വെന്ത് റെഡിയായിരിക്കുകയാണ്. നമ്മൾ അതിനകത്തേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഡെക്കറിന് വേണ്ടിയിട്ടല്ല, ഇത് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി മല്ലിയില ചേർത്ത് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്തിട്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ആ ചിക്കനിൽ എല്ലായിടത്തും പിടിക്കണം. വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി 1/2 സ്പൂൺ ചാറ്റ് മസാല ചേർത്ത് ഒന്ന് ഇളക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയ ചിക്കൻ സുക്ക തയ്യാറായി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.